ദില്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ബിജെപിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈസ്റ്റ് ദില്ലിയിലും ഇന്ത്യ മുന്നണിക്കായി രാഹുൽ ഗാന്ധി ചാന്ദിനി ചൌക്കിലും പ്രചാരണ റാലികളിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദില്ലിയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് മുന്നണികൾ. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ദില്ലിയിൽ പ്രചാരണ റാലികളിൽ പങ്കെടുത്തു. ബിജെപിക്കായി നരേന്ദ്രമോദി ഈസ്റ്റ് ദില്ലിയിലും ഇന്ത്യ മുന്നണിക്കായി രാഹുൽ ഗാന്ധി ചാന്ദിനി ചൌക്കിലുമാണ് റാലിയെ അഭിസംബോധന ചെയ്തത്. റാലിയിലുടനീളം ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും മോദി കടന്നാക്രമിച്ചു. അഴിമതിക്കെതിരെ പ്രചാരണം നയിച്ചു ഭരണത്തിൽ വന്നവർ ഇപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയിൽ അകത്താണെന്നാണ് ദില്ലിയിലെ ശാസ്ത്രി പാർക്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പരിഹസിച്ചത്. अपने संतानों को कुछ देकर के जाने का हर एक का मन में इच्छा रहती है ना. कोई माँ बाप बच्चों के लिए कर्ज छोड़ करके नहीं जाना चाहता, कुछ न कुछ दे करके जाना चाहता है. अब ये कांग्रेस वाले लाए हैं कि आपके मरने के बाद आपकी जो संपत्ति है वो आपके संतानों को नहीं जाएगी. അതേസമയം 4 സീറ്റിൽ എഎപിക്കും 3 സീറ്റിൽ കോൺഗ്രസിനും വോട്ട് ചെയ്യണമെന്ന് ചാന്ദിനി ചൌക്കിലെ റാലിയിൽ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു. മോദിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് ആവർത്തിച്ച രാഹുൽ തന്റെ ചോദ്യങ്ങൾ അംബാനിയെക്കുറിച്ചും ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ചുമായിരിക്കുമെന്നും വ്യക്തമാക്കി. मैं तैयार हूं कहीं भी किसी टाइम भी नरेंद्र मोदी डिबेट करें मेरे साथ. आपको क्या लगता है नरेंद्र मोदी डिबेट करने आएंगे? नहीं आ सकते हैं, क्योंकि मैं आपको बताता हूं क्या होगा. पहला सवाल मैं उनसे पूछूंगा, नरेंद्र मोदी जी आप मुझे बताइए, ये अदानी जी जो है इनका आपके साथ क्या रिश्ता है? पहली बार वहीं फंस जाएंगे. उसके बाद मैं इनसे पूछूंगा, भैया आपने ये जो इलेक्टोरल बॉन्ड्स का धंधा जो चलाया है, हफ्तेबाजी जो की है, तो ये इलेक्टोरल बॉन्ड्स मुझे समझा दो. इसी में नरेंद्र मोदी फंस जाएंगे, डिबेट वहीं खत्म हो जाएगी. മെയ് 25-ന് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ദില്ലിയിൽ പ്രചാരണ രംഗം ശക്തമാകുമ്പോൾ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ മുഖമാകുമ്പോൾ വർഗീയ പ്രചാരണങ്ങൾ ആളിക്കത്തിച്ച് ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള പ്രചാരണത്തിലാണ് ബിജെപി. കൈരളി ന്യൂസ്, ദില്ലി.